കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് നിത്യയുടെ റൂമിൻ്റെ വാതിക്കലെത്തിയപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കണ്. ഓഫീസിൽ വന്ന് എന്നെ വഴക്ക് പറഞ്ഞവരെ വഴക്ക് പറയാൻ താൻ ആരടോ. അതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം എന്നല്ല വഴക്ക് പറഞ്ഞത്, ഇനിയിപ്പോൾ എന്നെ ആണെങ്കിൽ തന്നെ അത് ചോദിക്കാൻ ഇയാൾക്ക് എന്താ അവകാശം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അതെല്ലാം സുധീഷിന് ഇങ്ങനെ അപമാനമായിട്ട് തോന്നുന്നത്. നീയേ എൻ്റെ ഭാര്യൻ്റെ, അതുകൊണ്ട് ഞാൻ ആരാണെന്നിപ്പോൾ നിന്നെ കാണിച്ചു തരാം. തോമസ് ഏട്ടൻ പറഞ്ഞ പോലെ ഇനി ഞാൻ മടിച്ചു നിന്നാൽ ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്ന് നീ കരുതും എന്നും പറഞ്ഞ് റൂമിൻ്റെ വാതിൽ തുറന്ന് നേരെ കട്ടിലിൽ ചെന്ന് കിടക്കും. നിധിയാണെങ്കിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു മണം സ്മെല്ല് വരും. അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹായ് എന്ന് കാണിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് സുധീഷ്. അങ്ങനെ നിധി ചാടി എഴുന്നേൽക്കും. സുധീഷേ, എന്താ ഇവിടെ, എന്താ കട്ടിലിൽ കിടക്കണേ? പിന്നെ ഞാൻ എവിടെയാണ് കിടക്കേണ്ടത്? ചേട്ടൻ്റെയും അനിയന്മാരുടെയും കൊണ്ട് നടുക്ക് കിടന്നിട്ടുള്ളത് നിർത്തി ഞാൻ. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കും. നീയല്ലേ എൻ്റെ ഭാര്യ, നിയമപ്രകാരം നീയാണ് എൻ്റെ ഭാര്യ. ഞാൻ കെട്ടിയ താലി നിൻ്റെ കഴുത്തിലുണ്ട്. പിന്നെ നീ എന്തിനാ പേടിക്കണേ? വാ നിധി, നമുക്ക് കിടക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിധിനെ പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട്. നിധി വേഗം റൂമിൻ്റെ അടുത്തേക്ക് വാതിലിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേനും സുധീഷ് വേഗം വാതിൽ കുറ്റിയിടും. പിന്നെ സുഭാഷ് ഏട്ടാ എന്നുള്ള ഇങ്ങനെ വിളി. നീ എന്തിനാണ് സുഭാഷ് ഏട്ടനെ വിളിക്കുന്നേ? ഞാൻ നിൻ്റെ ഭർത്താവല്ലേ. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ ഭർത്താവ് മുറിയിലേക്ക് കയറി വരുമ്പോൾ ചേട്ടനെ വിളിക്കുന്ന രക്ഷിക്കാൻ? ഇത് എന്തൊരു പാടാണ് എന്നൊക്കെ ചോദിച്ച് സുധീഷ് ഇങ്ങനെ എന്തുട്ടാ സുധീഷ് ചെയ്യുന്നത് സുധീഷിന് തന്നെ അറിയില്ല. അപ്പോഴത്തേനും സുഭാഷൊക്കെ നിലവിളി കേൾക്കണ്. ഭാസ്കരനും വരും, പിള്ളേർ അവരെല്ലാവരും എഴുന്നേറ്റ് വാതിൽക്കൽ വന്നിട്ട് മോളെ എന്താ നിധി എന്ന് ചോദിക്കും. ചേട്ടാ, സുധീഷ് റൂമിൽ കയറി വാതിലടച്ചേക്കണെന്ന് പറയും. ഒന്നും എന്നെ രക്ഷിക്കുക സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് കരയുന്നു നിധി. അങ്ങനെ വീണ്ടും വാതിലുമ മുട്ടണം. അപ്പോൾ സുധീഷ് ഉള്ളിൽ കുറ്റിയിട്ടാരനെ കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. അപ്പം നിധി മോളെ വാതിൽ തുറക്കുന്ന പറയുമ്പോൾ പറ്റണില്ല ചേട്ടാന്ന് പറയും. സുധീഷ് മര്യാദയ്ക്ക് നീ വാല് തുറന്നു. എടോ താൻ എന്ത് തെണ്ടിത്തരണ്ടോ കാണിക്കണേ, വാല് തുറക്കണോ എന്ന് പറഞ്ഞിട്ട് ഹരീഷും വച്ചെടുക്കണം, നികേഷും വച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് നേരം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറച്ചിലും കരച്ചിലും ബഹളവും പിടിച്ചു വലിക്കലും ഇടത്തേക്ക് ചെല്ലലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നിധി സുധീഷിനെ പിടിച്ച് കട്ടിലേക്ക് ഉന്തിട്ടിട്ട് വാതിൽ തുറക്കും. വാതിൽ തുറക്കുമ്പോൾ ഹരീഷും നികേഷും സുഭാഷൊക്കെ ഓടി കയറി വരും. എന്താ മോളെ? അറിയില്ല ചേട്ടാ, ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഉണ്ട് സുധീഷ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണത്. നമ്മളെ വീടല്ലേ സുഭാഷ് ചേട്ടാ, അതുകൊണ്ടാണ് ഞാൻ കുറ്റി പോലും രണ്ട് കിടന്നതെന്ന് പറയും. അങ്ങനെ ഇവളെന്തിനാ പേടിക്കുന്നത്? നിങ്ങളെന്തീ കാണിക്കുന്നത്? ഞാൻ അവളുടെ ഭർത്താവല്ലേ. എന്നെ നിങ്ങളുടെ എല്ലാവരും കൂടെ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇവളെ മുറിയിലാക്കേണ്ടതിന് പകരം എന്നെ നിങ്ങൾ ഇവിടുന്ന് എന്തിനാ ഉന്തി തള്ളിക്കൊണ്ടോണം? എടോ തെണ്ടിത്തരം ചെയ്യുന്നതിനൊരു അതിരുണ്ട്. എടോ എറ്റ് പോടോ മുറിയിൽ തന്നോട് ആര് പറഞ്ഞിട്ട് ഈ മുറിയിലേക്ക് കയറാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹരീഷ് ഇങ്ങനെ സുധീഷിനെ ഇപ്പം തല്ലുന്നുള്ള അവസ്ഥയായി. അങ്ങനെ സുഭാഷ് ഏട്ടാ നിങ്ങളെന്തീ പറയുന്നത്? നിയമപരമായി കുറ്റമാണ്, നിങ്ങളെ പേരിൽ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ സുഭാഷ് രണ്ട് കൊടുക്കും അങ്ങോട്ട്. അപ്പോഴത്തേനും വേഗം വീഴും. എന്തിനാടോ എന്നെ തല്ലണത്? ഞാനല്ലല്ല, അവളല്ലേ പേടിക്കണത്. ഞാനല്ലേ ഇവിടെ എടുക്കേണ്ടത്. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്ത? ഞാൻ ഈ വീട്ടിലല്ലേ, ഞാൻ അന്യനാണോ? ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തല്ലേ കിടന്നത്, മറ്റുള്ള ആണുങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്കല്ലല്ലോ പോയത്. എന്നെ തല്ലാൻ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് വീണ്ടും കൊടുക്കും. അപ്പോൾ സുഭാഷിനെ തല്ലാൻ വേണ്ടി സുധീഷ് കൈ പൊക്കും. അപ്പോൾ ഹരീഷ് പറയും തൊട്ട് പോകരുത് താൻ, ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് മറ്റേ റൂമിൽ കൊണ്ടാക്കി കിടത്തും. എന്നിട്ട് നികേഷും സുഭാഷും വന്ന് പറയും മോൾ കിടന്നോ, അവൻ എന്താ പറ്റിയെന്ന് അറിയില്ല, ചേട്ടൻ മാപ്പി ചോദിക്കാം മോളെ, സോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സുഭാഷും നികേഷും കൂടെ മുറിയിൽ നിന്ന് പോകും. എന്നിട്ട് പിന്നെ അവിടെ അപ്പുറത്ത് ഭയങ്കര യുദ്ധമായിരിക്കും. അപ്പോൾ ഭാസ്കരൻ ഇങ്ങനെ പറയുന്നുണ്ട് മോള് വാലടച്ച് കിടന്നോന്ന് പറയും. പക്ഷേ ഇവൻ ഈ പറഞ്ഞിട്ട് കള്ളു കുടിച്ചിട്ടുണ്ട് ആ മുറിയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് അയാളും അങ്ങനെ പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് പോകും. പിന്നീട് ഹരീഷിൻ്റെ താണ്ഡവമായിരുന്നു സുധീഷിൻ്റെ നെഞ്ചത്ത്. ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, തല്ലാനൊക്കെ കൈ ഓങ്ങുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. തനിക്ക് നാണില്ലല്ലോടോ ഏട്ടത്തിൻ്റെ മുറിയിലേക്ക് പോകാൻ, ഏട്ടത്തിൻ്റെ സമ്മതമില്ലാണ്ട്. എടാ അതെൻ്റെ ഭാര്യയല്ലേ, നിങ്ങളെന്താ എന്നെ പറഞ്ഞാൽ മനസ്സിലാക്കാത്തേ? നിങ്ങളെന്താ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് അവിടെ പിടിച്ച് കട്ടിൽമേലേക്ക് ഇട്ടിട്ട് അവർ മുറിയിൽ നിന്ന് പുറത്ത് വാതിലടയ്ക്കും. ഇവരെന്തിനാ എന്നെ മുറിയിലിട്ട് പൂട്ടണേ? ആ മുറിയിലിട്ടല്ലേ എന്നെ പൂട്ടേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ആ സുധീഷ് അവിടെ കിടന്നുറങ്ങും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഹരീഷൊക്കെ കുളി കഴിഞ്ഞ് വരും, സുഭാഷും കുളി കഴിഞ്ഞ് വരും. അപ്പോൾ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിധിനെ വിളിക്കുന്നു. മോളെ നിധി എന്ന് വിളിക്കും. ഏട്ടത്തി നേരമായിട്ട് എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കും. രാവിലെ എഴുന്നേറ്റ് വന്ന് ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. കുളിച്ച് റൂമിലേക്ക് പോയാണ്, വാതിൽ തുറക്കുന്നില്ല എന്ന് പറയും. അപ്പോഴത്തേന് നികേഷും കുളി കഴിഞ്ഞ് കോളേജിൽ പോകാൻ വേണ്ടി വരും. അങ്ങനെ നിധി ഇയാൾ എന്ത് പണിയാണ് ചെയ്തത്, ഇയാൾക്ക് ഇത് എന്ത് പറ്റി, അവിടെ അറിയില്ല, എന്ത് ബോധമില്ലാണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കൊരു പിടുത്തമില്ല എന്ന് പറയും. അപ്പോൾ നിധി ഒരുങ്ങി വരും. അപ്പം മോളെ എന്ത് ഇത്ര രാവിലെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സുഭാഷ് ഏട്ടാ എനിക്ക് ഇത്തിരി നേരത്തെ പോകണമെന്ന് പറയും.
എന്നാൽ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചില്ലല്ലോ, ദോശേൻ്റെ ചോറ് കൊണ്ടുപോണ്ടേ, അതൊക്കെ ചേട്ടൻ ശരിയാക്കി തരാൻ പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട ഏട്ടാ, ഞാൻ പോകണമെന്ന് പറയും. അപ്പോൾ നികേഷ് പറയും, ഏട്ടത്തി സോറി ഏട്ടത്തി, സുധീഷ് ചേട്ടൻ എന്താ അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, ഏട്ടത്തി ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സാരമില്ലടാ, സുധീഷ് അല്ല ഇത് ചെയ്തത്, നിങ്ങൾ എന്തിനാ എന്നോട് ക്ഷമിക്കണേ, അതുപോലെ തന്നെ സുഭാഷ് ചേട്ടൻ എന്നോട് മാപ്പൊന്നും പറയണ്ടെന്ന് പറയും. ഞാൻ പോയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ നികേഷ് പറയും, ഏട്ടത്തി ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടടാ, നിനക്ക് കോളേജിൽ പോകാൻ സമയമായിട്ടില്ല, നീ സമയത്തിന് പോയാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറയും. അപ്പോൾ ഹരീഷും പറയും, ഏട്ടത്തി ഞാൻ ഡ്രോപ്പ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ വേണ്ട മോനെ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് നിധി ഇറങ്ങി പോകണം. സുഭാഷിനെങ്കിൽ ഭയങ്കര വിഷമാവുന്നുണ്ട് അത് കണ്ടിട്ട്. പിന്നീട് കാണിക്കുന്നത് പ്രമോ ഭാഗമാണ്. പ്രമോയിൽ കാണിക്കുന്നത് നിധി കൂട്ടുകാരിയുടെ കൂടെ ഹോസ്റ്റലിലേക്ക് പോകണം. അപ്പോൾ അവിടുത്തെ മേട്രോൻ പറയുന്നുണ്ട്, ഗസ്റ്റുകളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞതല്ലേ, ഇത് ഗസ്റ്റായിട്ടല്ല, ഇവിടെ റൂമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നത് താമസിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുഖം തിളങ്ങി, ഒരാളെയും കൂടെ കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കാണിക്കുന്നത് സുധീഷിനെ ഉപദേശിക്കുന്നുണ്ട്, സുഭാഷിയുടെ ഒരു പെണ്ണിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് അവളുടെ സമ്മതമെങ്കിലും വേണോടാ, അല്ലാതെ അല്ലാണ്ട് ആണത്തം കാണിക്കുന്നത്, ഒരു കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് അവളെ കട്ടിലേക്ക് ഇരുന്നിട്ടല്ലടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും നിധി വൈകിട്ട് തിരിച്ചു വരുന്നത് ഹോസ്റ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ്. സുഭാഷായിരിക്കും നിധിനെ ആ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നൊരു ഭാഗം കൂടി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.